ഡോൺ ലിസൺ എന്ന ഹൊറർ സിനിമയുടെ രണ്ടാം പകുതിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അപ്പോ ആദ്യ പകുതി കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കാണാൻ മറക്കരുതേ. അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതുപോലെ ഇപ്പോൾ ഈ വീഡിയോയുടെ മുകളിൽ കാണുന്ന ആ ഒരു വീഡിയോ കാർഡിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇതിന്റെ ഒന്നാം ഭാഗം കാണാവുന്നതാണ്. അപ്പോ നമ്മൾ നേരെ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുകയല്ലേ. ആദ്യ ഭാഗത്തിന്റെ അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഡൊമിംഗോയുടെ കൈ സ്വപ്നത്തിൽ അദ്ദേഹം മുറിക്കുന്നതും അതേസമയം എറിക്കിന്റെ ഒരു കോൾ സാറയ്ക്ക് വരുന്നതുമാണ്. ശേഷം നമ്മൾ കാണുന്നത് അടുത്ത ദിവസം രാവിലെയാകുമ്പോൾ ഡൊമിംഗോ ജീവനോടെ ഡാനിയുടെ വീട്ടിൽ തന്നെയുള്ളതാണ്. പക്ഷേ ഏതോ ഒരു പൈശാചികമായ കൈ അദ്ദേഹത്തിന്റെ മുഖത്തിനടുത്തേക്ക് വരുന്നത് നമുക്ക് കാണാം. പുള്ളി അതൊന്നും അറിയാതെ കിടന്നുറങ്ങുകയാണ്. റൂത്താണെങ്കിൽ ഇനി എന്ത് ഡ്രഗ് യൂസ് ചെയ്താലായിരിക്കും ഈ ഒരു റിയാലിറ്റിയിൽ നിന്നൊക്കെ ഒളിച്ചോടാൻ കഴിയുക എന്നാലോചിച്ച് സിഗരറ്റ് വലിച്ചു നിൽക്കുമ്പോഴാണ് അവിടെ ഒരു മരത്തിൽ ഒത്തിരി പൂച്ചകളെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് കാണുന്നത്. സംഭവം ആ ഒരു മരത്തിൽ കുറെ ചില്ലകൾ മാത്രമാണുള്ളത്. മീൻസ് ഇലകളൊന്നും തന്നെയില്ല. ഇതെന്താ പൂച്ചകളെല്ലാം കൂട്ട ആത്മഹത്യ ചെയ്തതാണോ എന്ന് നമുക്ക് തോന്നാം. എന്തായാലും വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള പേടിപ്പിക്കുന്ന ഈ ഒരു കാഴ്ച കണ്ട് റൂത്ത് വേഗം ഡാനിയെ വിളിക്കുന്നു. ഡാനിയും അങ്ങനെ ഈ മരിച്ച പൂച്ചകൾക്കുള്ള കുഴിയെല്ലാം എടുക്കാൻ തുടങ്ങി. ഇതിനു മുൻപ് ഇങ്ങനെ ഒരു സംഭവം എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ഡാനി ഡൊമിംഗോയോട് ചോദിക്കുന്നുണ്ട്. ഏതോ ബുക്കിൽ കണ്ടതായിട്ട് ഓർക്കുന്നു എന്ന് പുള്ളിയും മറുപടി കൊടുക്കുന്നു. പക്ഷേ ഇതിന്റെയൊക്കെ അർത്ഥം എന്താണെന്ന് വ്യക്തമല്ല. ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ വിശ്വസിക്കാൻ പറ്റാത്തതാണല്ലോ. സോ ഇതെല്ലാം ആരുടെയോ തന്ത്രമാണ് എന്നാണ് ഡൊമിംഗോയ്ക്ക് തോന്നുന്നത്. ഒരുപക്ഷെ ഡാനി കേൾപ്പിച്ച ആ വോയിസ് എറിക്കിന്റെ ആയിരിക്കില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ഡാനിക്ക് തന്റെ മകന്റെ ശബ്ദം എവിടെ വെച്ച് കേട്ടാലും തിരിച്ചറിയാൻ സാധിക്കുമെന്ന് പറഞ്ഞ് പുള്ളിയോട് എതിർത്ത് സംസാരിക്കുന്നു. അപ്പോഴാണ് അവിടേക്ക് സാറ വരുന്നത്. കഴിഞ്ഞ ദിവസം എറിക്കിന് കോൾ വന്നതിനെ തുടർന്നാണ് സാറ എത്തിയിരിക്കുന്നത്. സോ എറിക്കിന്റെ ഗോസ്റ്റിന് ഇവിടെ ഡൊമിംഗോ ഉള്ളത് തീരെ ഇഷ്ടമായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഡൊമിംഗോയെ ഇവിടെ നിന്ന് ഒഴിവാക്കാനാണ് സാറയെ കൊണ്ടുവന്നിരിക്കുന്നത്. വന്നയുടനെ തന്നെ സാറയും ഡൊമിംഗോയെ കുറിച്ച് ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. സാറ നല്ല കലിപ്പിൽ ഡാനിയുടെ വാക്കൊന്നും കേൾക്കാൻ നിൽക്കാതെ വീടിനുള്ളിലേക്ക് കയറി പോകുന്നു. ഇതേസമയം റൂത്താണെങ്കിൽ പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു. ഇന്നലെ അവളുടെ പപ്പയുടെ കൈയൊക്കെ മുറിഞ്ഞതാണല്ലോ. സോ കുറച്ച് മെഡിസിൻ ഒക്കെ വാങ്ങാൻ പോയതാണ്. തിരിച്ചു വരുന്ന വഴി അവളെ ഒരു ലേഡി വിളിക്കുന്നുണ്ട്. ഇതാരപ്പ എന്നെ വിളിക്കുന്നതെന്ന് നോക്കുമ്പോൾ അവര് ചോദിക്കുന്നത് നീ ആ ശബ്ദങ്ങൾ കേൾക്കുന്ന വീട്ടിൽ നിന്നുമല്ലേ വരുന്നത് എന്നാണ്. അത് കേട്ട് അവളും അവരുടെ പിന്നാലെ തന്നെ പോകുന്നുണ്ട്. സോ ഡാനിക്കും ഫാമിലിക്കും ഒഴിച്ച് ആ നാട്ടിലുള്ള ബാക്കി എല്ലാവർക്കും ആ വീടിനെ പറ്റി അറിയാമെന്ന് തോന്നുന്നു. ആ സ്ത്രീ പറയുന്നത് കുറച്ച് സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആക്ച്വലി ഇത്രയും നേരം അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഒരിക്കലും ആ വീട്ടിലേക്ക് നീ മടങ്ങി പോകരുത്. ശബ്ദങ്ങൾക്ക് നമ്മളെക്കുറിച്ച് എല്ലാം അറിയാം. അവർ നമ്മളെ കബളിപ്പിക്കും. നീ അത് മനസ്സിലാക്കുമ്പോഴേക്കും ഒരുപാട് വൈകും. ഇതെല്ലാം ആ സ്ത്രീ പറയുമ്പോൾ ഓൾറെഡി കബളിപ്പിക്കപ്പെട്ട സാറയെ നമുക്ക് കാണാം. സാറ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എറിക്കാണ് കോൾ ചെയ്തത് എന്ന ആ ഒരു വിശ്വാസത്തിൽ അവന്റെ റൂമിലെ കട്ടിലിനടിയിൽ അവനുണ്ടോ എന്ന് വന്ന് നോക്കുന്നുണ്ട്. ലോജിക്കലി നോക്കിയാൽ സാറയും കൂടി ചേർന്നാണ് എറിക്കിന്റെ ബോഡി സംസ്കരിച്ചത്. പക്ഷേ ഒരമ്മ എന്ന നിലയിൽ സ്വന്തം ചോര മരിച്ചു എന്ന് വിശ്വസിക്കാൻ അവർ തയ്യാറാകില്ലല്ലോ. സോ എവിടെയോ ഒരു പ്രതീക്ഷയും കൊണ്ടാണ് അവൾ വന്നത്. അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ പെട്ടെന്ന് അവിടെ എറിക്കിരിക്കുന്നതായിട്ട് സാറ കാണുന്നു. അവൾ പതിയെ എറിക്കിന്റെ അടുത്തേക്ക് സ്നേഹത്തോടെ പോകുമ്പോൾ അവൻ ഓടി കട്ടിലിനടിയിൽ കയറുന്നു. അതിനിടയിൽ ഈ വീട്ടിലെ ഹൈലൈറ്റ് ആയ ഈച്ചയെയും കാണാം. എന്തായാലും സാറ എറിക്കിനെ കാണാനായി കട്ടിലിനടിയിൽ നോക്കുമ്പോൾ ഒരു വലിയ മനുഷ്യന്റെ, അതായത് ഒരു അഡൾട്ടിന്റെ കാലാണ് കാണുന്നത്. പെട്ടെന്ന് അവൾ എണീറ്റ് നോക്കുമ്പോൾ അവിടെ അങ്ങനെയൊരു രൂപമില്ല. ആ ഈച്ച നൈസായിട്ട് അങ്ങോട്ടേക്ക് വരുന്നതും കാണാം. സാറ ഒരു പേടിയോടെ വീണ്ടും കട്ടിലിന് താഴെ നോക്കുമ്പോൾ ആ രണ്ട് കാലും അവിടെയുണ്ട്. പോരാത്തതിന് ആ കാലുകൾ രണ്ടും കട്ടിലിന് മുകളിലേക്ക് കയറുന്നതായും കാണാം. നല്ല പേടിയുണ്ടെങ്കിലും സാറ വീണ്ടും ആ ഒരു രൂപം എവിടെയാണെന്ന് നോക്കാൻ കട്ടിലിന് മുകളിലേക്ക് നോക്കുന്നു. ഇത്രയ്ക്ക് ധൈര്യോ? യാരടാ ഇവങ്ക? ഞാനൊക്കെ ആണെങ്കിൽ പേടിച്ചിട്ട് എവിടേക്കെങ്കിലും ഓടി പോകുന്ന സമയം കഴിഞ്ഞു. ഇതുപോലെ ധൈര്യമുള്ള ആളുകളൊക്കെ ചിലപ്പോൾ ഉണ്ടാകും. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. വാട്ടവർ ഇത്തവണയും അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു. സാറ വിട്ടില്ല മോനെ. അവൾ വീണ്ടും താഴെ മറ്റേ കാലുണ്ടോ എന്ന് പേടിച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് എറിക്ക് ചാടി ഓടി പോവുകയാണ്. സാറ പെട്ടെന്ന് ഞെട്ടി ബാക്കിലേക്ക് നീങ്ങി പോകുമ്പോൾ ആരുടെയോ കാലിൽ പിടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു നിമിഷം ആരെയാ താനിപ്പോൾ തൊട്ടതെന്ന് പേടിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ആരുടെയോ കൈ വന്ന് അവളുടെ വാ പൊത്തുന്നു. ഇതേ സമയം നേരത്തെ ആ പൂച്ചകളൊക്കെ മരിച്ച സംഭവമില്ലേ, ആ ഒരു ഇൻസിഡന്റ്
ആക്സിഡന്റിന്റെ അതേ ചിത്രം എവിടെയോ കണ്ടു എന്ന ഓർമ്മയിൽ ഡൊമിംഗോ അത് തപ്പിയെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഡാനി വന്നിട്ട് സാറ നേരത്തെ മോശമായി ബിഹേവ് ചെയ്തതിന് സോറി പറയുന്നു. അതൊന്നും പ്രശ്നമല്ല എന്ന ഭാവത്തിൽ ഡൊമിംഗോ ഇപ്പോൾ കിട്ടിയ ചിത്രം ഡാനിയെ കാണിക്കുന്നു. ആക്ച്വലി ഇതൊരു മുന്നറിയിപ്പാണ്, അവളുടെ ഇടത്തിലാണ് നിൽക്കുന്നതെന്ന് പുറമേക്കാരെ താക്കീത് ചെയ്യാൻ മധ്യകാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്നതാണിത്. അവളുടെ ഇടമോ, അതാരാ എന്ന് ഡാനി സംശയം ചോദിക്കുമ്പോൾ അതൊരു ദുർമന്ത്രവാദിനിയാണ് എന്ന ഉത്തരവും പറഞ്ഞുകൊണ്ട് റൂത്ത് അങ്ങോട്ടേക്ക് വരുന്നു. പുള്ളിക്കാരിക്ക് കഥയൊക്കെ കിട്ടി. നേരത്തെ കണ്ട സ്ത്രീയിൽ നിന്നും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയാണ് റൂത്ത് വന്നിരിക്കുന്നത്. അതായത് 300 വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു കോടതി ഉണ്ടായിരുന്നത്രേ. നിരപരാധികളായ സ്ത്രീകളെ ഇവിടെ വെച്ച് അവർ പീഡിപ്പിച്ച് കൊന്നിട്ടുണ്ടാകാം. റൂത്ത് ഇതൊക്കെ പറയുമ്പോൾ ഡൊമിംഗോയും ചില കാര്യങ്ങൾ പറയുന്നു. ഒരാളെ ചുട്ടുകൊല്ലുക എന്നത് വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു കാര്യമാണ്. പക്ഷേ നീതിയല്ലായിരുന്നിട്ട് കൂടി ഈ തിന്മ എന്ന് പറഞ്ഞ് പുള്ളി കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ പെട്ടെന്ന് അവിടെയുള്ള വിൻഡോ ഗ്ലാസ് പൊളിച്ച് സാറയുടെ ബോഡി കെട്ടിത്തൂങ്ങിയ നിലയിൽ താഴേക്ക് വരികയാണ്. അത് കണ്ട് ഡാനി പൊട്ടി കരയുന്നുണ്ട്. ഡൊമിംഗോയും വല്ലാത്ത വിഷമത്തിൽ നിൽക്കുമ്പോൾ സാറയുടെ ചെവിയിൽ നിന്ന് ചോര വരികയും ഒരു ഈച്ച പുറത്തേക്ക് പോകുന്നതും നമുക്ക് കാണാം. നേരത്തെ ഡോക്ടർ കരോൾ മരിച്ചപ്പോഴും ഇതേപോലെ ഒരു ഈച്ചയുടെ പ്രസൻസ് ഉണ്ടായിരുന്നു. സോ എന്തൊക്കെയോ മിസ്റ്ററി ഈ കൊലയാളി ഈച്ചയ്ക്ക് പിന്നിലും ഒളിച്ചിരിപ്പുണ്ട്. അങ്ങനെ ഡാനിയുടെ ജീവിതത്തിൽ ബാക്കിയുണ്ടായിരുന്ന സാറയും മരിച്ചിരിക്കുന്നു. ഡാനി ആകെ മരവിച്ച പോലെയായിരുന്നു അവിടെ ഇരുന്നത്. ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ അവൻ കേൾക്കുന്നില്ലായിരുന്നു. സ്വാഭാവികമായും ഭാര്യ ആത്മഹത്യ ചെയ്താൽ ആദ്യം സംശയിക്കുന്നത് ഭർത്താവിനെ ആയിരിക്കും. അതുപോലെ അവർ തമ്മിൽ എന്തെങ്കിലും തർക്കമുണ്ടായിരുന്നോ എന്ന് റൂത്തിനോട് പോലീസ് ചോദിക്കുന്നുണ്ട്. പക്ഷേ റൂത്തിന് ആകെ 24 മണിക്കൂർ പരിചയം മാത്രമല്ലേ ഇവരുമായിട്ടുള്ളൂ. റൂത്ത് അതൊക്കെ പറഞ്ഞ് പോലീസിനോട് സംസാരിക്കുമ്പോൾ ഡൊമിംഗോ തന്റെ ഫോണിൽ എന്തൊക്കെയോ പിക്ചേഴ്സ് നോക്കുന്നുണ്ട്. ആ ഫോട്ടോസിൽ ഉണ്ടായിരുന്നത് ഓരോ രീതിയിൽ ആളുകളെ ശിക്ഷിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു. സോ മരിച്ചവരുടെ അവശിഷ്ടങ്ങൾ പണ്ട് വിചാരണ നടത്തിയ ഈ വീട്ടിൽ എവിടെയാണ് ഉണ്ടാകുക എന്നൊരു ക്ലൂ ഡൊമിംഗോയ്ക്ക് കിട്ടി. പക്ഷേ ഇപ്പോൾ നടന്ന കാര്യങ്ങൾ കൂടി ആയപ്പോൾ റൂത്തിനെ ശരിക്കും മനസ്സ് മടുത്തു. അവൾ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും പോകാനായിട്ട് പപ്പയെ നിർബന്ധിക്കുകയാണ്. പക്ഷേ ഡൊമിംഗോ അതിന് തയ്യാറല്ല. കാരണം പുള്ളി ഇത്രയും നാൾ റിസർച്ച് ചെയ്തതെല്ലാം ഈ ശബ്ദങ്ങളെക്കുറിച്ച് ആയിരുന്നല്ലോ. ഇത്രയും നാൾ അലഞ്ഞതിനെല്ലാം ഫലം കാണാൻ പോവുകയാണ് എന്ന തോന്നലാണ് ഡൊമിംഗോയ്ക്ക്. എന്നാൽ പപ്പ ഇതെല്ലാം ചെയ്യുന്നത് മമ്മയ്ക്ക് വേണ്ടിയല്ലേ എന്നാണ് റൂത്ത് ചോദിക്കുന്നത്. റൂത്ത് കുഞ്ഞായിരുന്നപ്പോഴാണ് അവളുടെ അമ്മ മരിക്കുന്നത്. അതൊരു ആത്മഹത്യയാണോ കൊലപാതകമാണോ, ശരിക്കും എന്തായിരുന്നു സംഭവിച്ചത് എന്നൊന്നും റൂത്തിന് അറിയില്ല. ഡൊമിംഗോ അവളോട് ഒന്നും പറയാനും തയ്യാറല്ല. നമ്മൾ നേരത്തെ റൂത്തിന്റെ അമ്മയെ കണ്ടില്ലേ, ആ ഒരു പ്രായത്തിലാണ് അവർ മരിച്ചത്. അതിനുശേഷമാണ് ഡൊമിംഗോ ഈ ശബ്ദങ്ങളുടെയൊക്കെ പിന്നാലെ പോകാൻ തുടങ്ങിയതും. പുള്ളി എഴുതിയ ബുക്സ് പോലും ഭാര്യയ്ക്ക് വേണ്ടി സമർപ്പിച്ചതാണ്. ഇപ്പോൾ റൂത്ത് അമ്മയുടെ മരണത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഡൊമിംഗോ അവളെ ഇപ്പോഴും കൊച്ചുകുട്ടിയായിട്ട് കണ്ട് ഒന്നും പറയാൻ തയ്യാറാകുന്നില്ല. ആ ഒരു ദേഷ്യത്തിൽ റൂത്ത് എണീറ്റ് പോകുമ്പോൾ എല്ലാത്തിൽ നിന്നും ഒളിച്ചോടുന്നത് എപ്പോഴും ഒരു പരിഹാരമല്ല എന്ന് നീ ഒരിക്കൽ മനസ്സിലാക്കും എന്ന് ഡൊമിംഗോ പറയുന്നുണ്ട്. ഇതേസമയം ഭാര്യയും കൂടെ മരിച്ച ആ ഒരു വിഷമത്തിലാണ് ഡാനി. അവൻ അങ്ങനെ ബെഡിലിരിക്കുമ്പോൾ പെട്ടെന്ന് വാക്കിയിൽ എന്തോ ശബ്ദം കേൾക്കുന്നു. അവിടെ പ്ലാസ്റ്റിക് ഷീറ്റിന്റെ മറയ്ക്ക് പിന്നിലായിട്ട് എറിക്കിനെ എടുത്തുകൊണ്ട് സാറ നിൽക്കുന്നത് പോലെ കാണുന്ന ഡാനി അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ടെങ്കിലും ആ മറ മാറ്റുമ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വല്ലാതെ നിരാശനായ ഡാനി അവിടെ ചുറ്റിനും നോക്കുകയാണ്. പെട്ടെന്ന് ആരോ ആ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് ഡാനിയെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ എങ്ങനെയോ ഒഴിഞ്ഞു മാറുന്നുണ്ട്. ഇതിനുശേഷം നമ്മൾ റൂത്തിനെയാണ് കാണുന്നത്. പുള്ളിക്കാരി ഇവിടെ നിന്ന് പോകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. പെട്ടെന്ന് അവിടെയുള്ള മോണിറ്ററിൽ നിന്ന് ശബ്ദം കേട്ട് റൂത്ത് അതിലേക്ക് നോക്കുന്നുണ്ട്. അത് കണ്ട് പപ്പയെയും വിളിക്കുന്നു. മോണിറ്ററിൽ കാണുന്ന വിഷ്വൽസ് സാറയുടേതായിരുന്നു. സാറ മകന്റെ മുറിയിലെ ജനാല തുറന്ന് സ്വയം കഴുത്തിൽ കുരുക്കിയിട്ട് മരിക്കുന്നത് പോലെയാണ് കണ്ടത്. സോ അതിൽ ഇപ്പോൾ കണ്ടത് നോർമൽ വിഷ്വൽസ് ആണ്. ഇനി നമ്മുടെ കണ്ണുകൾക്ക് പിടിതരാത്ത മറ്റു ദൃശ്യങ്ങൾ അവരതിൽ ചെയ്യുമ്പോൾ ആ മുറിയിൽ മറ്റാരോ കൂടി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാകുന്നുണ്ട്. അത് പക്ഷേ നേരിട്ട് കാണാൻ പറ്റാത്ത ഒരു രൂപം തന്നെയായിരുന്നു. ഇതിപ്പോ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് എന്നാലോചിച്ച് റൂത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് വാക്കി ടോക്കിയിൽ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. ഒപ്പം മുകളിൽ എന്തോ ഉടയുന്ന ശബ്ദവും കേൾക്കുന്നു. ഇനി ഡാനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിച്ച് രണ്ടാളും ഡാനിയുടെ അടുത്തേക്ക് ഓടുന്നു. ഡാനി അവിടെ തോക്കൊക്കെ പിടിച്ച് എന്തിനും തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു. അവിടെ വേറെ ആരോ ഉള്ള പോലെ ഡാനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. നമ്മുടെ ഡൊമിംഗോ എങ്ങനെയൊക്കെയോ ഡാനിയെ സമാധാനിപ്പിച്ചിരുത്തുന്നുണ്ട്. ഡാനിയാണെങ്കിൽ ഓൾറെഡി അവിടെ എന്തൊക്കെയോ പൊട്ടിച്ചിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ശബ്ദങ്ങൾ തന്നെയായിരുന്നു. ഇനി എങ്ങനെ നീ ജീവിക്കും? നിന്റെ മോൻ സഹായം ചോദിച്ചിട്ടും സഹായിക്കാൻ കഴിയാതെ എങ്ങനെ നീ ജീവിക്കും? നിന്റെ കുടുംബത്തിന് എന്താ സംഭവിച്ചത് എന്നറിയാതെ നീ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരാളെ ഭ്രാന്താക്കാൻ കഴിവുള്ള ചോദ്യങ്ങളാണ് ശബ്ദങ്ങൾ അവനോട് ചോദിച്ചിരുന്നത്. ഇതൊക്കെ കേട്ടാൽ ഈ ഒരു സിറ്റുവേഷനിലുള്ള മനുഷ്യൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് പോലും ഊഹിക്കാൻ സാധിക്കുകയില്ല. ഇതെല്ലാം തന്റെ തെറ്റാണെന്നും ഡാനി വിളിച്ചിട്ടാണ് അവന്റെ കുടുംബം ഇങ്ങോട്ടേക്ക് വന്നതെന്നും എന്നിട്ടിപ്പോൾ താൻ ഒറ്റക്കായി എന്നും ഡാനി കരഞ്ഞുകൊണ്ട് പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ റൂത്ത് അവനെ തനിച്ചാകരുത് എന്ന തീരുമാനമെടുക്കുന്നു. ഈ വീട്ടിലെ പ്രശ്നങ്ങളുടെ തുടക്കം കണ്ടുപിടിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ് ഡൊമിംഗോ ഒരു ചിത്രം ഡാനിയെ കാണിക്കുന്നു. അത് ഒരു സ്ത്രീയെ കെട്ടിത്തൂക്കിയ ചിത്രമായിരുന്നു. ആക്ച്വലി ഇതൊരു കോടതി ആയിരുന്നെങ്കിൽ ഇവിടെ വെച്ച് കൊല്ലപ്പെട്ട ആളുകൾ നമ്മുടെ കാലിനടിയിൽ തന്നെ ഉണ്ടാകേണ്ടതാണ് എന്ന് ഡൊമിംഗോ പറയുമ്പോൾ അതെവിടെയാണെന്ന് മനസ്സിലായി എന്ന് ഡാനിയും പറയുന്നുണ്ട്. ഡാനി ഉദ്ദേശിച്ച സ്ഥലം ഓൾമോസ്റ്റ് എല്ലാവർക്കും പിടികിട്ടി കാണും. അത് തന്നെ ഈച്ചകൾ കൂടുകൂട്ടിയ പോലെയുള്ള ആ വീട്ടിലെ സ്ഥലം തന്നെ. അവരവിടം പൊളിച്ച് ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഒരു അണ്ടർഗ്രൗണ്ട് സെറ്റപ്പ് പോലെയായിരുന്നു കാണാൻ. താഴേക്ക് കുറെ സ്റ്റെപ്പുകളും ഒത്തിരി സ്ഥലവുമുണ്ട്. ആകെ മൊത്തം ഇരുട്ടായതുകൊണ്ട് ടോർച്ച് ലൈറ്റിന്റെ സഹായത്തോടെ അവർ 3 പേരും മുന്നോട്ട് നടന്നു. കോടതി എന്ന് പറഞ്ഞിട്ട് ഒരു ജയിൽ പോലെ ആയിരുന്നു അവിടെ കാണാൻ.
കുറെ സെല്ലുകളൊക്കെ ആയിട്ട് വല്ലാത്തൊരു സ്ഥലം. ഒരുപക്ഷെ പണ്ടത്തെ കാലത്ത് സെപ്പറേറ്റ് കോടതിയും ജയിലൊന്നും കാണില്ലായിരിക്കാം. അവിടെ തന്നെ വിചാരണ നടത്തി അവിടെ തന്നെ ശിക്ഷയും കൊടുക്കുമായിരിക്കും. എന്തായാലും ഇവർ ഇത്രയും ദിവസം ജീവിച്ച ഈ വീടിന് താഴെ ഇത്രയും വലിയ സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്ന് ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. അവരിങ്ങനെ താഴേക്ക് ഇറങ്ങും തോറും അവിടെ നിറയെ ഈച്ചകളെയും കാണാം. ഇതാണ് അവർ അന്വേഷിച്ചുകൊണ്ടിരുന്ന ദുർമന്ത്രവാദിനിയുടെ അസ്ഥികൂടം. ഇത്രയും വർഷങ്ങൾക്കിപ്പുറവും അവരുടെ ഈ രൂപത്തിൽ നിന്നും അന്ന് അവർ അനുഭവിച്ച കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് കണ്ട് അവളുടെ വായിക്ക് എന്തു പറ്റിയെന്ന് ഡാനി ചോദിക്കുന്നുണ്ട്. കുറ്റകൃത്യങ്ങൾക്ക് അനുയോജ്യമായ ശിക്ഷ നൽകണമെന്ന് അന്നത്തെ വിശുദ്ധ വിചാരണ വിശ്വസിച്ചു. ദൈവനിന്ദയോ കള്ളം പറയുന്നതോ കൗശലമോ ആണ് കുറ്റമെങ്കിൽ ഇരയുടെ വായ പിന്നീട് ഉപയോഗിക്കാൻ കഴിയാത്ത വിധം പീഡിപ്പിക്കപ്പെടും എന്ന മറുപടി പറഞ്ഞ് ഡൊമിംഗോ ആ മന്ത്രവാദിനിയെ അടച്ച ഗ്രില്ലിൽ തൊടുന്നു. പുള്ളിക്ക് എന്തെങ്കിലും കഴിവുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, അതിൽ തൊടുമ്പോൾ തന്നെ പണ്ട് ഈ മന്ത്രവാദിനിയെ എല്ലാവരും ചേർന്ന് പിടിക്കുന്നതെല്ലാം ഫീൽ ചെയ്യാൻ ഡൊമിംഗോക്ക് സാധിക്കുന്നുണ്ട്. പെട്ടെന്ന് അതിൽ നിന്ന് കൈവിടുന്ന ഡൊമിംഗോക്ക് പേടിയാകുന്നുണ്ട്. കാരണം അന്ന് ആ മന്ത്രവാദിനി ആരെയും വെറുതെ വിടില്ല എന്ന് അലറുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവളെ അവർ എന്നേക്കുമായി നിശബ്ദയാക്കാൻ ശ്രമിച്ചത്. ഈ കാലമത്രയും അവളുടെ കോപത്തെ ഇവിടെ അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണ്. പാരമ്പര്യമനുസരിച്ച് ഒരു മന്ത്രവാദിനിയെ നശിപ്പിക്കാനുള്ള ഒരേ ഒരു പോംവഴി അവളെ അഗ്നിക്കിരയാക്കുക എന്നതാണ്. ഇക്കാര്യം ഡൊമിംഗോ പറയുമ്പോൾ അതിനുവേണ്ടി എല്ലാവരും തയ്യാറെടുക്കുന്നു. എങ്ങനെയും ഈ മന്ത്രവാദിനിയുടെ സ്കെൽട്ടൻ കത്തിച്ചു കളയണം. അതിനായിട്ട് ഡാനി അവിടെ നിന്ന് പെട്രോൾ ക്യാൻ എടുത്ത് ഡൊമിംഗോയ്ക്ക് കൊടുക്കുന്നു. ഇനിയും കൂടുതൽ വേണ്ടിവരുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഡാനി അവിടെ ഓരോന്ന് തിരയുന്നു. ഇതിനുശേഷം ഡൊമിംഗോ താഴേക്ക് പോകുന്നതിന് മുൻപ് റൂത്തിനോട് ഇവിടെ തന്നെ നിൽക്കാൻ പറയുന്നുണ്ട്. റൂത്ത് അത് കേൾക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ട് ഡൊമിംഗോ അവളുടെ മമ്മയുടെ മരണത്തെക്കുറിച്ചൊക്കെ പറയുകയാണ്. മമ്മ എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്ന ഉത്തരം ഡൊമിംഗോയ്ക്കും അറിയില്ല. ഇനി ആരെയും നഷ്ടപ്പെടുത്താൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുമില്ല. സോ 10 മിനിറ്റിനകം ഡൊമിംഗോ തിരിച്ചു വന്നില്ലെങ്കിൽ ഈ വീട് വിട്ട് ഉടനെ പോകണമെന്ന് റൂത്തിനെ കൊണ്ട് അദ്ദേഹം പ്രോമിസ് ചെയ്യിക്കുന്നു. ആ ഒരു ആശ്വാസത്തിൽ ഡൊമിംഗോ താഴേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് ഞെട്ടുകയാണ്. ആ മന്ത്രവാദിനിയെ കൊണ്ട് ആരോ പോകുന്നത് കാണാം. ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണെങ്കിലും ഡൊമിംഗോയ്ക്ക് ആ ശബ്ദവും അന്ന് സംഭവിച്ചത് എന്താണെന്നും ഇപ്പോൾ നേരിട്ടറിയാൻ സാധിക്കുന്നുണ്ട്. പുള്ളി ആ ടോർച്ചൊക്കെ റെഡിയാക്കി ചുറ്റിനും നോക്കുമ്പോൾ മറ്റേ മന്ത്രവാദിനെ ഒരിടത്ത് കിടത്തിയിട്ട് വായിലെ പല്ലുകളെല്ലാം ഒരു ഉപകരണം വെച്ച് വലിച്ചു പറിക്കുന്നത് കാണാം. അവരുടെ അലർച്ചയും കേൾക്കാം. പുള്ളി ആ കാഴ്ച കണ്ട് പേടിച്ച് കണ്ണടയ്ക്കുന്നുണ്ട്. പിന്നെ അവരുടെ കണ്ണുകളാണെങ്കിൽ തുടക്കത്തിൽ ഡോക്ടർ കരോളിന്റെ കണ്ണ് ചുവന്നതുപോലെ ചുവന്നിട്ടുണ്ടായിരുന്നു. ഡൊമിംഗോ ഒരു നിമിഷം ഇത് കാണാൻ ധൈര്യമില്ലാതെ കണ്ണടച്ചിട്ട് പിന്നീട് നോക്കുമ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെയെല്ലാം നോക്കുമ്പോൾ ആ ടോർച്ച് വീണ്ടും മിന്നി മിന്നി കത്തുകയാണ്. അത് റെഡിയാക്കാൻ നോക്കുമ്പോൾ അയാളുടെ മുന്നിലായി ആ മന്ത്രവാദിനി നിൽക്കുന്നത് നമുക്ക് കാണാം. ഒരു നിമിഷം ഡൊമിംഗോയും അവരെ കണ്ട് പേടിച്ചിട്ട് ടോർച്ചിലിട്ട് അടിക്കുന്നുണ്ട്. ഓരോ സെക്കൻഡിലും അവർ ഡൊമിംഗോയുടെ അടുത്തടുത്തേക്ക് വരികയാണ്. പെട്ടെന്ന് ചുറ്റിനും ഇരുട്ടോ മാത്രമായി. ഡൊമിംഗോ പേടിയോടെയാണെങ്കിലും ആ ടോർച്ച് റെഡിയാക്കി മുന്നിലേക്ക് നടക്കുമ്പോൾ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വീണ്ടും ഡൊമിംഗോ മുന്നോട്ട് നടക്കുമ്പോൾ പെട്ടെന്ന് ആ മന്ത്രവാദിനി വന്ന് അലറുകയാണ്. ഒരു സാധാരണ മനുഷ്യനാണ് ഇതൊക്കെ കാണുന്നതെങ്കിൽ സ്പോട്ടിൽ തന്നെ ചിലപ്പോൾ അടിയായനെ. എന്തായാലും താഴെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന റൂത്തിന് പപ്പയുടെ കാര്യം ഓർത്ത് പേടി തോന്നുന്നുണ്ട്. അവൾ അവിടെ നിന്ന് പപ്പ പപ്പ എന്ന് വിളിക്കുന്നുമുണ്ട്. അപ്പോഴാണ് അവൾ നിൽക്കുന്ന ഭാഗത്തായിട്ട് എന്തോ ശബ്ദം കേൾക്കുന്നത്. അത് ഡാനിയാണോ എന്ന് റൂത്ത് ആദ്യം ചോദിക്കുന്നുണ്ട്. മറുപടി ഒന്നും കേൾക്കാത്തത് കൊണ്ട് ഒരു ധൈര്യത്തിന് വേണ്ടി അവിടെ നിന്നൊരു കത്തിയെടുത്ത് റൂത്ത് മുന്നോട്ട് നടക്കുന്നു. അവിടെ റൂത്ത് കാണുന്നത് അവളുടെ മരിച്ചുപോയ മമ്മയെയാണ്. മമ്മ വളരെ സ്നേഹത്തോടെ അവളോട് സംസാരിക്കുന്നുണ്ട്. അതേ സ്നേഹത്തോടെ തന്നെ അടുത്തേക്കും വിളിക്കുന്നു. പിന്നെ ഓരോന്ന് പറഞ്ഞ് അവളെ ഇമോഷണലി വീക്കാക്കാൻ നോക്കുന്നുമുണ്ട്. മമ്മയെ ഹഗ് ചെയ്യാൻ അടുത്തേക്ക് വാ എന്നൊക്കെ പറയുമ്പോൾ റൂത്തിന് അമ്മയെ കണ്ടതിൽ എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിലും ഇതെല്ലാം ആ മന്ത്രവാദിനിയുടെ മായാജാലമാണെന്ന് അവൾ മനസ്സിലാകുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്റെ മമ്മയല്ല എന്നവൾ തറപ്പിച്ച് പറയുന്നു. പെട്ടെന്ന് മമ്മയുടെ രൂപം മുന്നോട്ട് നടക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകുന്നു. റൂത്തും പേടിച്ചുകൊണ്ട് അവിടെയെല്ലാം അവരെ നോക്കുന്നുണ്ട്. അപ്പോൾ റൂത്ത് തിരിയുമ്പോൾ പെട്ടെന്ന് ഒരു രൂപം വന്ന് അവളെ പേടിപ്പിക്കുന്നു. അത് കണ്ട് പേടിച്ച് തിരിയുമ്പോൾ അവിടെയും മറ്റൊരു രൂപം വന്ന് അലറുന്നുണ്ട്. ശരിക്കും പേടിച്ച് അവിടെ നിലത്ത് വീഴുകയാണ് നമ്മുടെ റൂത്ത്. അവൾ കയ്യിലുള്ള കത്തി അപ്പോഴും മുറുക്കി പിടിക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ പിറകിലായിട്ട് ആ മന്ത്രവാദിനി എയറിൽ പറന്ന് അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരെ കാണിച്ച് നമ്മളെ ഒന്ന് പേടിപ്പിച്ചതിന് ശേഷം അടുത്തതായിട്ട് കാണിക്കുന്നത് ഡാനിയെയാണ്. ഡാനി ഇപ്പോഴുള്ളത് ഒരു ഗോഡൌൺ പോലുള്ള സ്ഥലത്താണ്. അവിടെ ഷട്ടറിനടുത്തേക്കായിട്ട് എറിക്കിന്റെ ബോൾ ഉരുണ്ട് വരുന്നുണ്ട്. അത് കണ്ട് ഡാനി അതിനടുത്തേക്ക് പോവുകയാണ്. പെട്ടെന്ന് ആരോ ഡാനിയെ ഇടിച്ചിട്ട് അതിലൂടെ ഓടി പോകുമ്പോൾ അവിടെ ആ തള്ളയുടെ രൂപം നിൽക്കുന്നത് കണ്ട് ഡാനി പിന്നിലേക്ക് നടക്കുന്നു. പെട്ടെന്ന് തന്നെ ഡാനിയുടെ പുറകിലായിട്ട് വന്ന് അലറുകയാണ് ആ തള്ള. ഡാനി പേടിച്ച് ഒരവസ്ഥയിലാകുമ്പോൾ ദേ മുന്നിലായിട്ട് സാറയും മകൻ എറിക്കും നിൽക്കുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഡൊമിംഗോ ആ മന്ത്രവാദിനിയുടെ സ്കെൽട്ടൻ കത്തിച്ചാൽ അവർക്കിനി ഈ വീട്ടിൽ ഒരു നിലനിൽപ്പില്ല. സോ ഡാനിയെ ഇമോഷണലി വീക്കാക്കി കൂടെ നിർത്തിയാൽ ഇത് തടയാൻ അവർക്ക് കഴിയും. അങ്ങനെയൊരു ഉദ്ദേശം മനസ്സിൽ കണ്ട് സാറയുടെ രൂപത്തിൽ വന്ന് അവരിങ്ങനെ പറയുകയാണ്, അയാളെ അത് ചെയ്യാൻ അനുവദിക്കരുത്.
ഡാനി അനുവദിച്ചാൽ ഞങ്ങളും ഇവിടെ നിന്ന് പോകും. സാറയുടെ ഈ വാക്ക് കേട്ട് ഡാനിയുടെ മനസ്സലിയുകയാണ്. കാരണം അവൻ അവരെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഇത് കേട്ട് ഡാനിയെയും അവരുടെ കൂടെ വരാൻ ക്ഷണിക്കുകയാണ് എറിക്. ആ നിമിഷം അവരെ കണ്ട സന്തോഷത്തിൽ ഡാനി അവരെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഡാനി ഇപ്പോൾ ഹഗ് ചെയ്യുന്നത് ആ മന്ത്രവാദിനി തള്ളയെ ആണെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഡാനി ഏതോ മായാലോകത്തായതുകൊണ്ട് അവന് കാര്യങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഇതേ സമയം ഡൊമിംഗോ കയ്യിലുണ്ടായിരുന്ന പെട്രോൾ ആ തള്ളയുടെ അസ്ഥികൂടത്തിൽ ഒഴിക്കുന്നുണ്ട്. പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് പുള്ളി തിരിഞ്ഞു നോക്കുമ്പോൾ ആ ടോർച്ചിന്റെ വെളിച്ചത്തിൽ ആരെയും കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ പിന്നിലായിട്ട് റൂത്ത് വന്ന് നിൽക്കുന്നത് നമുക്ക് കാണാം. ഡൊമിംഗോ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ആരുമില്ല. സോ അദ്ദേഹം പെട്രോൾ ഒഴിക്കുന്ന ആ പരിപാടി തുടർന്നുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് പപ്പ എന്ന് വിളിച്ച് റൂത്ത് വന്നതും ഡൊമിംഗോയുടെ വയറ്റിൽ കത്തി കുത്തി ഇറക്കിയതും ഒരുമിച്ചായിരുന്നു. നേരത്തെ റൂത്തിന് എന്താണ് സംഭവിച്ചതെന്ന് നമ്മളെ കാണിച്ചില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ റൂത്തിന്റെ കണ്ണിലെ ആ ചുവപ്പ് കാണുമ്പോൾ മറ്റേ തള്ള റൂത്തിനെയും നിയന്ത്രിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവൾ എന്താണ് ചെയ്യുന്നതെന്ന് അവൾക്ക് തന്നെ അറിയില്ല. പക്ഷേ റൂത്ത് സ്വന്തം പപ്പയെ ഉപദ്രവിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവളുടെ മനസ്സ് മാറ്റാനായിട്ട് ഡൊമിംഗോയും ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തു പറഞ്ഞിട്ടും കാര്യമില്ല എന്നാകുമ്പോൾ ഡൊമിംഗോ അവിടെ വെച്ചിരുന്ന ഗൺ എടുക്കുകയാണ്. ഇതേ സമയം ഈ തള്ള നമ്മുടെ ഡാനിയെയും നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു. അവനാണെങ്കിൽ സ്വയം അവിടെയുള്ള പെട്രോൾ ക്യാൻ എടുത്ത് ദേഹത്തേക്ക് പെട്രോൾ ഒഴിക്കുന്നു. ശേഷം തീ കൊളുത്താനായിട്ട് റെഡിയായി നിൽക്കുകയാണ്. പെട്ടെന്ന് ഡൊമിംഗോ ആ തോക്കെടുത്ത് റൂത്തിനെ അടിച്ചിട്ട ശേഷം മന്ത്രവാദിയുടെ അസ്ഥിക്കൂടത്തിന് നേരെ ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ പെട്ടെന്ന് അത് നിന്ന് കത്താൻ തുടങ്ങുമ്പോൾ ഡാനിയും റൂത്തും ഒരേപോലെ തളർന്നു വീഴുകയാണ്. റൂത്തിന്റെ ചെവിയിൽ നിന്നും ആ ഈച്ച ഇറങ്ങി പോകുന്നുണ്ട്. ആ നിമിഷം റൂത്തിനും ഡാനിക്കും സ്വബോധം തിരിച്ചു കിട്ടി. എന്താണ് അവർ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്നതെന്ന് യാതൊരു പിടിയുമില്ലായിരുന്നു. പപ്പയുടെ ദേഹത്തെ മുറിവ് കണ്ട് റൂത്ത് ഒത്തിരി പേടിക്കുന്നുണ്ട്. അതവൾ കുത്തി പരിക്കേൽപ്പിച്ചതാണ് എന്നൊന്നും റൂത്തിന് ഓർമ്മയില്ല. അവൾ പപ്പയെ വിളിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് കടക്കുകയാണ്. ശേഷം ഡൊമിംഗോയെ അവിടെ ഇരുത്തുമ്പോൾ ഒത്തിരി രക്തം വാർന്നൊലിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസമാണ്. രാവിലെയാകുമ്പോൾ ഡൊമിംഗോ ജീവനോടെ തന്നെയുണ്ട്. വയറ്റിലെ മുറിവ് അത്ര ആഴത്തിലല്ലായിരുന്നു. എന്തായാലും റൂത്ത് അത് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഡൊമിംഗോയ്ക്ക് ബോധം വരുമ്പോൾ റൂത്തും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ശരിയായി എന്നാണ് അവർക്ക് തോന്നുന്നത്. പക്ഷേ അത് കൺഫേം ചെയ്യാൻ വേണ്ടി ഇവിടെ നിൽക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. ശരിക്കും റൂത്തിന്റെ അമ്മയുടെ ആത്മഹത്യയിൽ എന്തോ നിഗൂഢതയുണ്ടെന്ന് ഡൊമിംഗോയ്ക്ക് തോന്നിയിരുന്നു. അത് കണ്ടുപിടിക്കാനാണ് പുള്ളി ഇതെല്ലാം തുടങ്ങിയത്. ഇപ്പോൾ ഇവിടെ നടന്നതുപോലെ ഏതെങ്കിലും ദുഷ്ടാത്മാക്കളാകാം റൂത്തിന്റെ അമ്മയെ കൊണ്ടത് ചെയ്യിപ്പിച്ചതെന്ന് ഇവരിപ്പോൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നല്ല ആത്മാക്കളും ഉണ്ടാകുമല്ലേ എന്ന് പപ്പ ചോദിക്കുമ്പോൾ റൂത്ത് ഒന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോ ഇനി എന്താ, നിനക്കിനി നിന്റെ ജീവിതം ജീവിക്കാം. അല്ലെങ്കിൽ കുറച്ച് ദിവസം മുൻപ് എന്റെ സുഹൃത്ത് ഒരു പുരോഹിതൻ എനിക്ക് മെയിൽ അയച്ചിരുന്നു. ഞാനൊരു പെൺകുട്ടിയെ കണ്ട് സംസാരിക്കണമെന്ന് അവർ പറയുന്നു. ബാധ ഒഴിപ്പിക്കലാണോ? ചികിത്സയില്ലാത്ത ഒരു രോഗമാണെന്ന് ഉറപ്പാണ്. പക്ഷേ ആർക്കറിയാം. ഓഹോ, തൽക്കാലം നിങ്ങളൊന്ന് വിശ്രമിക്കേ, എനിക്കാണെങ്കിൽ ഒരാഴ്ച അവധിയും വേണം എന്നൊക്കെ റൂത്ത് ചിരിച്ചുകൊണ്ട് പറയുന്നു. അത് കേട്ട് ഡൊമിംഗോയും ഓക്കെ പറയുന്നുണ്ട്. സോ റൂത്ത് ഇനി അവളുടെ പപ്പ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ച് പൂർണ്ണ മനസ്സോടെ പപ്പയുടെ കൂടെ ജോലി ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ വെച്ച് കഥയൊന്നും അവസാനിക്കുന്നില്ല കേട്ടോ, ഒരു ഗംഭീര ട്വിസ്റ്റ് വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോ ബാക്കി നമുക്ക് കാണാം. ഇതേ സമയം ഡാനി ആണെങ്കിൽ നമ്മുടെ എറിക്കിന്റെ മുറിയിൽ വന്നിരിക്കുകയായിരുന്നു. പെട്ടെന്ന് എന്തോ അവിടെ കണ്ടിട്ട് ഡാനി നോക്കുന്നുണ്ട്. അത് എറിക്ക് എപ്പോഴും വരച്ച് ചുമരിൽ ഒട്ടിച്ചിരുന്ന ചിത്രങ്ങളായിരുന്നു. ഡാനി അതെല്ലാം പറിച്ചെടുത്ത് നോക്കുകയാണ്. ആദ്യത്തെ ചിത്രം ഡോക്ടർ കരോൾ മരിച്ചിലെ ആ ഒരു ഇൻസിഡന്റ് ആയിരുന്നു. രണ്ടാമത്തേത് സാറ ആത്മഹത്യ ചെയ്തപ്പോൾ കാലിൽ ഉണ്ടായ മുറിവാണ്. അടുത്തത് മരത്തിൽ പൂച്ചകൾ കെട്ടി തൂങ്ങിയ ചിത്രമായിരുന്നു. പിന്നെ ഡൊമിംഗോ കൈ മുറിക്കാൻ ശ്രമിച്ചത്. അങ്ങനെ ഓരോന്ന് നോക്കി ഞെട്ടുമ്പോൾ ലാസ്റ്റ് എടുത്ത പിക്ചർ കാണുന്ന നിമിഷം ബാക്കിയിൽ എറിക്കിന്റെ ശബ്ദം പിന്നെയും കേൾക്കുകയാണ്. അപ്പോൾ എറിക്ക് മരിച്ച രാത്രിയിൽ നടന്ന കാര്യം ഡാനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഉറങ്ങിക്കിടന്നിരുന്ന ഡാനിയുടെ ചെവിയിൽ ഒരു ഈച്ച കയറി. പിന്നീട് അവന്റെ നിയന്ത്രണം അവരുടെ കയ്യിലായിരുന്നു. അക്കാര്യം ഓർത്ത് ഡാനി പുറത്തേക്ക് നടക്കുമ്പോൾ എറിക്കിന്റെ അന്നത്തെ കരച്ചിൽ ഡാനിക്ക് ഓർമ്മ വരുന്നുണ്ട്. പപ്പ എന്നെ വിട്, മമ്മ എന്നൊക്കെ ഉറക്കെ വിളിച്ച് അവൻ കരയുകയായിരുന്നു. പക്ഷെ ഡാനി അവനെ ബലം പ്രയോഗിച്ച് എടുത്തുകൊണ്ട് പോയി ആ പൂളിലേക്ക് എറിഞ്ഞ് മുക്കിക്കൊല്ലുകയാണ് ഉണ്ടായത്. തിരിച്ചു വന്ന് കട്ടിലിൽ കിടന്ന ഡാനിയുടെ ചെവിയിൽ നിന്നും വീണ ചോരത്തുള്ളിയാണ് മുൻപ് സാറ വീട്ടിലേക്ക് പോവാൻ പെട്ടി റെഡിയാക്കിയപ്പോൾ ബെഡിൽ കണ്ടത്. അന്നതിന് അവൾ വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ലായിരുന്നു. ആക്ച്വലി അന്ന് നടന്ന കാര്യങ്ങളൊന്നും ഡാനിക്ക് ഓർമ്മയില്ല. കാരണം അത് അയാളുടെ മനസ്സറിയില്ലാതെ ശരീരം ചെയ്യുന്ന പ്രവൃത്തികളായിരുന്നു. എന്തൊക്കെ ന്യായീകരിച്ചാലും സ്വന്തം കുഞ്ഞിനെ താൻ തന്നെ കൊന്നു എന്ന വേദനയിലാണ് ഡാനി ആ പൂളിനടുത്ത് നിൽക്കുന്നത്. ഇതേ സമയം ഡാനിയെ അന്വേഷിച്ച് റൂത്ത് എറിക്കിന്റെ മുറിയിൽ വരുന്നുണ്ട്. താഴെ കിടക്കുന്ന ചിത്രങ്ങൾ കണ്ട് അവൾ നോക്കുമ്പോഴേക്കും പൂളിന്റെ അടുത്തിരുന്ന് ഡാനി സ്വയം വെടിവെച്ച് മരിക്കുകയാണ്. അവിടെ പൂളിന് പുറത്തായിട്ട് ഒരു രൂപത്തെയും പൂളിൽ ഡാനി എറിക്കിനെ കൊല്ലുന്ന ചിത്രവും നമുക്ക്
നമുക്ക് കാണാൻ സാധിക്കും. ആ വെടിവെച്ച കേട്ട് റൂത്ത് മുറിയിൽ നിന്ന് ഓടുമ്പോൾ ഡാനി ഇപ്പോൾ വെടിവെച്ച് മരിക്കുന്നത് പോലൊരു ചിത്രവും ആ മുറിയിൽ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ റൂത്ത് ഓടി പൂളിലേക്ക് പോകുന്നുണ്ട്. ഡൊമിംഗോയും പേടിച്ചിട്ട് റൂത്ത് എന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ സിനിമ തുടങ്ങിയപ്പോൾ കാണിച്ച ആ പൂളിൽ ഡാനി മരിച്ചു കിടക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു ഹൊറർ ത്രില്ലർ ഇവിടെ അവസാനിക്കുകയാണ്. ബട്ട് ഇനിയൊരു ടൈലന്റ് കൂടി ഉണ്ടട്ടോ. ആദ്യം കാണിക്കുന്നത് ഒരു CCTV ക്യാമറ ആണ്. ഒരു പെൺകുട്ടിയെ ബെഡിൽ കിടത്തി കൈയും കാലും ഒക്കെ കെട്ടിയിട്ടിട്ടുണ്ട്. പുരോഹിതന്മാർ ചുറ്റിനെ നിന്ന് പ്രാർത്ഥിക്കുന്നുമുണ്ട്. പക്ഷെ അവളാണെങ്കിൽ എന്തൊക്കെയോ വിയേഡായിട്ട് ചെയ്ത് കിടന്നലറുകയായിരുന്നു. ആക്ച്വലി ഈ വിഷ്വൽസ് നമ്മുടെ റൂത്ത് ലാപ്പിൽ പ്ലേ ചെയ്യുന്നതായിരുന്നു. ഡൊമിംഗോ ഇപ്പോഴുള്ളത് ഹോസ്പിറ്റലിലാണ്. പുള്ളിയുടെ വയറ്റിലേറ്റ മുറിവിന്റെ ചികിത്സക്കായിട്ട് വന്നിരിക്കുകയാണ്. നേരത്തെ ഡൊമിംഗോ റൂത്തിനോട് പറഞ്ഞ കേസാണ് അവൾ ഇപ്പോൾ എക്സാമിൻ ചെയ്യുന്നത്. സോ റൂത്തും ഡൊമിംഗോയും അവരുടെ യാത്ര ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് കാണിച്ചാണ് ഒഫീഷ്യലി ഈ മൂവി അവസാനിക്കുന്നത്. സോ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു സിനിമ? ഞാൻ ഈ ചിത്രം കണ്ടു തീർത്തപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവസാനത്തെ ആ ഒരു ട്വിസ്റ്റാണ്. ആരൊക്കെ എങ്ങനെ മരിച്ചുവെന്നും മരിക്കുമെന്നും ഓൾറെഡി വരച്ചു വെച്ചിരുന്നു എന്നറിയുന്ന മൊമെന്റ് ശരിക്കും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അവസാനവും ആ പ്രേതരൂപത്തെ അവിടെ കാണിക്കുന്നുണ്ട്. അതിന്റെ ശക്തി നഷ്ടപ്പെട്ട രൂപം മാത്രമാണോ അതെന്ന് ഒന്നും വ്യക്തമല്ല. ബട്ട് ശരിക്കും ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ മൂവി. അപ്പോ ഈ സിനിമയും എക്സ്പ്ലനേഷനും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാൻ കൂടി മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോ വീണ്ടും കാണുന്നത് വരെ ബൈ.